بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصل اللهم وسلم وبارك على عبدك ورسولك النبي الأمي سيدنا محمد وعلى آله وصحبه أجمعين وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء سيدنا النبي صلى الله عليه وآله وسلم അവിടുത്തെ ആഘോഷിക്കുകയാണ് നമ്മൾ. പറഞ്ഞും അനുഭവിച്ചും ആസ്വദിച്ചും മനക്കണ്ണുകൊണ്ട് കണ്ട് ചരിത്ര വായനയിലൂടെ കണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപഭാവങ്ങളെ നാം കൊണ്ടു നടക്കുകയാണ്. അതിലും മഹത്തരമായ ഒന്ന് സത്യവിശ്വാസിക്ക് കൊണ്ടു നടക്കാൻ സൃഷ്ടികളിലില്ല. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ അനുയായികൾ അനുചരന്മാർ കൊണ്ടു നടന്നതുപോലെ, സ്വീകരിച്ചതുപോലെ, ആസ്വദിച്ചതുപോലെ, അനുഭവിച്ചതുപോലെ, ആചരിച്ചതുപോലെ മറ്റൊരു ജനതയും അവരവരുടെ നേതാക്കന്മാരെ കൊണ്ടു നടന്നിട്ടില്ല. അവിടുത്തെ പേരിനോടിഷ്ടം, നാടിനോടിഷ്ടം, അവിടുന്ന് ബന്ധപ്പെട്ടതിനോടെല്ലാം അവർക്കിഷ്ടമാണ്. മുഹമ്മദ് എന്നായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ട നാമം സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ഇങ്ങോട്ട് വന്ന ചരിത്രം ആ പേരിന് എത്രമാത്രം ഇഷ്ടപ്പെട്ടു. ഇസ്ലാമിക സമൂഹത്തിൽ ചില കാലയളവുകളിൽ ജീവിച്ച തിരുനബിയുടെ പ്രണയം ജീവിതത്തിന്റെ ഭാഗമായി കാണിച്ചവർ തങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് നൽകും. ഇങ്ങനെ അവരുടെ മകന്റെ പേരും മുഹമ്മദ്, അവരുടെ മകന്റെ പേരും മുഹമ്മദ്, അവരുടെ മകന്റെ പേരും മുഹമ്മദ്. ചരിത്രത്തിലൊരു അത്ഭുതമല്ലിത്. പിതാവിനും മകനും മുത്തച്ഛനും അങ്ങനെ 7 പരമ്പരയിലൊക്കെ മുഹമ്മദുകളായി വന്നവരുണ്ട്. മുഹമ്മദ്. അൽ ഇമാമുൽ ഗസാലി ഹുജ്ജത്തുൽ ഇസ്ലാം മുഹമ്മദുൽ ഗസാലിയാണ്. ആ പേര് പോലും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ്. അവിടുത്തെ മുഖഭാവ ലാവണ്യം എന്തൊരു സൗന്ദര്യമാണ്! അവിടത്തോട് സദൃശ്യമുള്ള ആളുകളുടെ പേരും വിവരങ്ങളും. അതെ, അൽ മുശബ്ബഹൂന ബിർറസൂലിൽ അഅ്ളമി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ ആലോചന അങ്ങനെ പോവുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുള്ള ആഘോഷങ്ങളാണിതെല്ലാം. നമ്മുടെ അധരങ്ങളിൽ, നമ്മുടെ മനോമുഖരങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, ആലോചനകളിലെല്ലാം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കണം. നമുക്ക് ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും പറിച്ചെടുക്കാൻ ഇതാണ് നമ്മുടെ ആയുധം. ജനൈതു ബിതഅളീമിൽ ഹബീബി വആലിഹി ജനൈതു സിമാറൽ ജന്നതൈനി ബിജുന്നതി. തഅളീമുൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നാം ചിന്തിക്കുന്നത് തിരുനബിയോട് സദൃശ്യമുണ്ടായതിന്റെ പേരിൽ. രൂപഭാവങ്ങളിൽ അതുപോലെ ആരുമില്ല. സയ്യിദുന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയ കവിയാണ്. അക്കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ആയുധം കവികളും കവിതകളുമായിരുന്നു.
തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ച് പാട്ടുപാടാൻ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ ഖുറൈശികൾ ചട്ടം കെട്ടി. വലിയ സമ്മാന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. ഹസ്സാൻ ഇബ്നു സാബിത്ത് നല്ല കവിത പാടിയിട്ടുണ്ട്. അക്കാലഘട്ടത്തിലെ വലിയ ചക്രവർത്തിമാരെ കുറിച്ച് കൊട്ടാര കവിയായി ദീർഘകാലം ജീവിച്ചിട്ടുണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഒടുവിൽ ഖുറൈശികളുടെ കരാർ ഏറ്റെടുത്തു. ഞാനൊന്ന് കണ്ടു നോക്കട്ടെ, കണ്ടാലാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ പാടാനും പറയാനും ലഭിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടും, കുറവുകൾ, ന്യൂനതകൾ. അത് വെച്ച് എനിക്ക് നന്നായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ പാട്ടുണ്ടാക്കി തരാൻ കഴിയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഖുറൈശികൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നോക്ക് കാണാൻ. എന്തിന്? വിശ്വസിക്കാനല്ല, അംഗീകരിക്കാനല്ല, ഹാസ്യപ്പാട്ട് പാടി പരിഹസിക്കാൻ. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മിക പൊരുളിനെ കാണാൻ കണ്ണുള്ളവരെ ആരും തടഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒറ്റ കാഴ്ചയിൽ തന്നെ കീഴടങ്ങിപ്പോയി. അദ്ദേഹം അപ്പോഴാണ് പാടിയത്, ഇതെന്ത് അത്ഭുതം, ന്യൂനതയും അന്വേഷിച്ചു വന്നതാണ് ഞാൻ, ഹാസ്യപ്പാട്ട് പാടാൻ, വിമർശിക്കാൻ. പക്ഷേ വഅജ്മലു മിൻക ലം തലിദി നിസാഉ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനി. ലോകരാജാക്കന്മാരെയും സുന്ദരന്മാരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങേക്കാൾ സൗന്ദര്യമുള്ള, ഭംഗിയുള്ള ഒരാളെയും എൻ്റെ കണ്ണ് കണ്ടിട്ടേയില്ല. നമ്മുടെ ഗുരുനാഥൻ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ വരികൾ ആത്മനിർവൃതിയോടുകൂടി അയവിറക്കുമ്പോൾ പറയും, വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനുൻ. ഒരു കണ്ണും കണ്ടിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കണ്ണെന്ന് മാത്രമല്ല, ലോകത്തൊരു കണ്ണും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, ആകർഷകത്വമുള്ള ഒന്നും കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദി നിസാഉ. ഓ പ്രിയപ്പെട്ട വിഭോ പ്രവാചകരെ, അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ ഒരു സ്ത്രീയും ഇതുവരെ പ്രസവിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്, ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഇത് പലപ്പോഴും പിന്നീട് പ്രവാചക സദസ്സുകളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, സ്വഭാവപരമായും സൃഷ്ടിപരമായുമുള്ള എല്ലാ ന്യൂനതകളിൽ നിന്നും പരിപൂർണ വിമുക്തനായാണ് താങ്കൾ പടക്കപ്പെട്ടത് തന്നെ. ഒരു ഐബും ഒരു കുറവും സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ നോട്ടത്തിലോ ശാരീരിക രൂപ വർണ്ണഭാവങ്ങളിലോ ഇല്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും വിമോചിതനാണ് അങ്ങ്. കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അതിമനോഹരമായ ആഖ്യാനമാണിത്. അങ്ങ് എങ്ങനെയാണോ ആയിത്തീരേണ്ടത് എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എങ്ങനെ, അങ്ങനെയാണ് അങ്ങ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നിപ്പോകുന്നു. വല്ലാത്തൊരു വാക്കാണത്. അലങ്കാരവും ഭാഷയുടെ എല്ലാ ചാരുതയും ഒത്തുചേർന്ന വാക്കാണത്. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഈ പാട്ടും പാടിയാണ് ഖുറൈശികളുടെ അടുത്തേക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചെല്ലുന്നത്. ഖുറൈശികൾ അമ്പരന്നു പോയി. നിങ്ങളുടെ പണവും കാശും മുഴുവൻ നിങ്ങൾ എടുക്കുക, ഈ മഹാമനീഷിയെക്കുറിച്ച് ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അന്നു മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാനങ്ങൾ വാഴ്ത്തി പ്രകീർത്തിച്ച് വിശ്വാസികളുടെ മനസ്സകത്തെ കുളിരണിയിച്ചിട്ടുള്ള കവിയാണ് സയ്യിദുന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. തിരുനബിയുടെ രൂപഭാവങ്ങൾ ചരിത്രം വിശദമായി പറയുന്നുണ്ട്. 1400 കൊല്ലം മുൻപ്
അറേബ്യയിൽ ജീവിച്ച ആ പ്രവാചക പ്രഭുവിൻ്റെ രീതി, മുഖം, അവിടുത്തെ അവയവങ്ങൾ ഓരോന്നും വിശദമായി വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ഒന്നും അവ്യക്തമല്ല. ചരിത്രത്തിൻ്റെ പകൽ വെളിച്ചത്തിൽ നമ്മുടെ കൂടെയാണിന്ന് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നത്. ചരിത്രപരമായി പോയാൽ അങ്ങനെ ലഭിക്കൂ, ആധ്യാത്മികമായി പോയാൽ അങ്ങനെ പ്രാപിക്കാനും കഴിയും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപ സാദൃശ്യമുണ്ടായിരുന്നവർ അവരാരൊക്കെയാണ്? ചരിത്രം എണ്ണി എണ്ണി പറയുന്നുണ്ട്. കൂടുതലൊന്നും ആളുകളില്ല. ഈ സാദൃശ്യം പറയുന്നത് ആ ഗാംഭീര്യതയൊന്നുമല്ല, കാഴ്ചയിൽ സദൃശ്യമുണ്ട് എന്നേ പറഞ്ഞുകൂടൂ. ചരിത്രം പറയുന്നത് സയ്യിദുന ആദം അലൈഹിസ്സലാം, ആദമിനെ പറ്റി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർണ്ണിച്ചിട്ടുണ്ട്. അൽ ഇമാം സ്വാലിഹു ഷാമി തന്റെ സുബുലുൽ ഹുദയിൽ തിരുനബിയോട് സദൃശ്യരായവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ കൂട്ടത്തിൽ അബുൽ ബഷർ, മനുഷ്യവംശത്തിന്റെ പിതാവ് ആദം അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരാളാണ് അബുൽ അംബിയ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പറഞ്ഞത്, വഅന അശ്ബഹു ഉൽദി ഇബ്രാഹിമ ബിഹി. ഇബ്രാഹീമിന്റെ സന്തത പരമ്പരകളിൽ അദ്ദേഹത്തോട് ഏറ്റവും സദൃശ്യൻ ഞാൻ തന്നെയാണ്. അതെ, ആദർശത്തിലും സ്വഭാവത്തിലും ഭാവത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് സദൃശ്യത എനിക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് ആരെയൊക്കെ കാണാം? ഫാത്തിമത്തു സഹ്റാ എന്ന പൊന്നുമോൾ ചരിത്രം പറയുന്നുണ്ട്. തിരുനബിയുടെ ഭാവങ്ങളെ പകർത്തിയിട്ടുള്ള മാ അഷ്ബഹ മിശ്യതഹാ മിശ്യത റസൂലില്ലാഹ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമത്തു സഹ്റാനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. ഫാത്തിമയുടെ നടത്തം, ഇരുത്തം, ബാപ്പായുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അതേ നടപ്പ്, അതേ രീതി. അത് പക്ഷേ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ സ്ത്രീരത്നമാണ്. എന്നാലും ഭാവങ്ങൾ തിരുനബിയോട് വല്ലാത്ത സദൃശ്യമുണ്ടായിരുന്നു. ഇനി ചരിത്രത്തിലേക്ക് ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ സദൃശ്യമുള്ള രണ്ടാളുകൾ സയ്യിദുന ഇമാം അൽ ഹസൻ ഇബ്നു അലി. ഹസൻ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ പകർപ്പായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അൽ ഇമാമുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അനുജനാണ്. ഫാത്തിമത്തു സഹ്റാന്റെ അലിയാരുടെ രണ്ട് മക്കൾ. ചരിത്രം പറഞ്ഞു തരുന്നത് അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ചെസ്റ്റ് മുതൽ മുഖവും ആ രീതികളൊക്കെ തിരുനബിയോട് സദൃശ്യപ്പെട്ടതാണ്. എന്നാൽ അൽ ഇമാം ഷഹീദ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നടത്തവും ഇരുത്തവും ഒക്കെ കണ്ടാൽ വല്ലാത്ത സദൃശ്യം ഉണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും പൊതുവെ അൽ ഇമാമു സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവകോമളങ്ങളുടെ നായകസ്ഥാനത്തുള്ള സയ്യിദുൽ ഇമാമുൽ ഹസൻ, സയ്യിദുൽ ഇമാമുൽ ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രൂപസാദൃശ്യത്തിൽ തിളങ്ങി നിന്നവരായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹവിയോഗത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ ഉമറുൽ ഫാറൂഖ് ഉണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് തിരുനബിയുടെ പ്രിയപ്പെട്ട പൗത്രൻ ഫാത്തിമത്തു സഹ്റാന്റെ മകൻ, അതേ അലിയാരുടെ പുത്രൻ ഹസൻ ഇബ്നു അലിയെ കാണുന്നത്. സിദ്ദീഖുൽ അക്ബറിന് എന്തൊരിഷ്ടം! ആ മുഖത്തേക്ക് തന്നെ നോക്കി ആ മുഖലാവണ്യത്തിന്റെ സൗന്ദര്യം തന്റെ പ്രിയങ്കരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയെ നോക്കി നോക്കി കണ്ട് കുളിർമയായ മനുഷ്യനാണ് സയ്യിദുനാ അബൂബക്കർ. താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്നവറത്തു ഇലൈക്, തിരുനബിയെ അങ്ങയുടെ തിരുനോട്ടം എനിക്ക് ലഭിക്കാൻ ഞാൻ അങ്ങയെ തന്നെ നോക്കിയിരിക്കുക.
ഇതാണ് എൻ്റെ ജീവിത ധർമ്മം എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ മുഖലാവണ്യത്തിന്റെ തനിപ്പകർപ്പായി പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലിയെ കണ്ടപ്പോൾ വേഗം വാരി പുണർന്നു, ഉമ്മ വെച്ചു, തൻ്റെ തോളത്ത് വെച്ചുകൊണ്ട് പാട്ടുപാടി എന്നാണ്. ബി അബീ ശബീഹും ബിൻ നബി ലൈസ ശബീഹൻ ബി അലി. പൊന്നുമോനെ വീണ്ടും വീണ്ടും മുത്തം കൊടുത്തിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിയുടെ ആ മുഖകമല സദൃശ്യം തന്നെ കീഴടക്കി പാട്ടുപാടുകയാണ്, ആനന്ദ തുന്തിലനാവുകയാണ്. ബി അബീ ശബീഹും ബിൻ നബി ലൈസ ശബീഹൻ ബി അലി. എൻ്റെ ബാപ്പായാണേ സത്യം, ഇത് തിരുനബിയോട് സദൃശ്യനാണ്. ലൈസ ശബീഹൻ ബി അലി, അലിയോടല്ല സദൃശ്യം കാണുന്നത്. അതെ, ഉമ്മയുടെ ഉപ്പ പിതാമഹൻ സദൃശ്യം കിട്ടിയത് അവിടെ നിന്നാണ്. അലിയുടെ മകനായി തോന്നുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലങ്കാരത്തിൻ്റെ സന്തോഷവാക്കാണത്. ബാപ്പായോടല്ല, വല്ലിപ്പായോടാണ് കുട്ടിക്ക് സദൃശ്യം. ഇത് കേട്ട സയ്യിദുനാ അലി ആകട്ടെ വസയ്യിദുനാ അലിയു യദ്ഹക്, അത് കേട്ടങ്ങനെ ചിരിക്കുകയാണ്. കാരണം അങ്ങനെ തന്നെയാണല്ലോ തൻ്റെ പ്രിയപ്പെട്ട മോനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സദൃശ്യനാണെന്നാണല്ലോ അബൂബക്കർ സിദ്ദീഖ് എന്ന നേതാവ് പറയുന്നത്. സയ്യിദുനാ അലി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏറ്റവും പ്രധാനമായ സദൃശ്യരെ ചരിത്രം മുഴുവൻ എണ്ണുമ്പോൾ ഫാത്തിമത്തു സഹ്റാവിനെ ഒരു ഭാഗത്ത് എണ്ണിയിട്ടുണ്ട്, സയ്യിദുനൽ ഇമാമുൽ ഹസൻ, സയ്യിദുനൽ ഇമാമുൽ ഹുസൈൻ. ഇമാം ഹുസൈനെ പറ്റി സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, കാന അഷ്ബഹുഹും ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബിമാരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിയോട് ഏറ്റവും സദൃശ്യനായിരുന്നു സയ്യിദുന അൽ ഇമാം അൽ ഹുസൈൻ റളിയല്ലാഹു. തിരുനബിയുടെ മുഖലാവണ്യത്തോട് സദൃശ്യമുണ്ടായിരുന്ന സഹാബിമാരിലെ വലിയൊരു കഥാപാത്രമാണ് സയ്യിദുന ജഅഫർ ഇബ്നു അബി ത്വാലിബ്, ജഅഫറുൻ തയ്യാർ. തിരുനബിയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിന്റെ മകനാണ്. സയ്യിദുന അലിയുടെ സഹോദരനാണ് ജഅഫർ തയ്യാർ. അപ്പോഴേ ആ കുടുംബ പാരമ്പര്യത്തിലെ ജനിതകമായ ഗുണമായിരിക്കാം ജാഫറിനെ കണ്ടാൽ എപ്പോഴും അങ്ങനെ. അദ്ദേഹം എത്യോപ്യയിൽ പലായനം നടത്തി മദീനയിലേക്ക് തിരിച്ചു വന്നു. റസൂലുള്ളാഹി ആ മുഖ സൗന്ദര്യം കണ്ട് തൻ്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ്റെ മകനാണല്ലോ ജാഫർ, തബൂക്ക് യുദ്ധത്തിൽ ഗംഭീരമായി വിജയം വരിച്ച് മദീനയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ജാഫർ തയ്യാറിനെ കാണുന്നത്. വലാ അദ്രീ അന അഫ്റഹ് ബിഖുദൂമി ജാഫർ അം ബിഫത്ഹി ഖൈബർ. ഞാൻ എന്തിനാണ് ആഹ്ലാദിക്കേണ്ടു എന്ന് എനിക്കറിയുന്നില്ല. ജാഫർ വന്നതിനാണോ ഖൈബർ ജയിച്ചതിനാണോ? അങ്ങനെ ജാഫർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ മുമ്പിൽ ആഗമം നടത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു വാക്കാണ് ജാഫറിനോട്, അൻത ശബീഹുൻ ബിഖുലുഖി വഖൽഖി. ജാഫറെ, നീ സ്വഭാവ ഗുണങ്ങളിലും ശരീരരൂപഭാവത്തിലും എന്നോട് സദൃശ്യനാണ്. ഓ, ഇത് കേൾക്കാനുണ്ടായ ഭാഗ്യം! ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഫഹജല ജഅഫറുൻ ബൈന യദൈ റസൂലില്ലാഹ്. ഇതിലും വലിയ ഒരു അവാർഡ് ലോകത്ത് കിട്ടാനുണ്ടോ? അദ്ദേഹം നൃത്തം വെക്കാൻ തുടങ്ങി. ഒരു കാലിന്മേൽ നിന്ന് മറ്റേ കാലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ശരീരത്തെ പല ആംഗ്യങ്ങളിലേക്ക് തിരിക്കുന്നതിനാണ് ഫഹജല, നൃത്തം വെച്ചു. അൻത ശബീഹുൻ ബിഖൽഖി വഖുലുഖി. സയ്യിദുന ജഅഫറുൻ തയ്യാർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖലാവണ്യം, മുഖകമലം വല്ലാത്ത സദൃശ്യമായിരുന്നു. മറ്റൊരാളെ എണ്ണുന്നത് ജഅഫറുൻ തയ്യാറിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫറുൻ തയ്യാർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ മകനാണ്. അതെ, അസ്മാ ബിൻത് ഉമൈസിന്റെ മകൻ. എത്യോപ്യയിലാണ് ജനിച്ചത്. രൂപലാവണ്യം സദൃശ്യപ്പെട്ടതായിരുന്നു റസൂലുള്ളാഹിയോട്. വകാന യുഷ്ബിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം അങ്ങനെ പറയുന്നുണ്ട്.
മറ്റൊരാളാണ് ഖുസും ഇബ്നുൽ അബ്ബാസ്. തിരുനബിയുടെ പിതൃവ്യനായ അബ്ബാസിന്റെ മകൻ. അബ്ബാസിന്റെ നിരവധി മക്കളുണ്ടല്ലോ, അവരിൽ നിന്ന് ഖുസും ഇബ്നുൽ അബ്ബാസ്, നമുക്കൊക്കെ അറിയുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഉണ്ട്. ഖുസും ഇബ്നുൽ അബ്ബാസ് കണ്ടാൽ തിരുനബിയുടെ തനിപ്പകർപ്പാണ്. അതിൽ അഭിമാനം കൊള്ളുമായിരുന്നു ബാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. പലപ്പോഴും ഖുസും ഇബ്നുൽ അബ്ബാസ് ഖുസുമിനെ പിടിച്ചു കൊണ്ടുവന്ന് പാട്ടുപാടുമായിരുന്നു. ഹിബ്ബി ഖുസുമുൻ ഹിബ്ബി ഖുസുമുൻ ശബീഹു ദിൽ അംഫിൽ അശമ്മ നബിയ്യി റബ്ബിൻ ദിന്നിഅം ബിറഗ്മി അംഫി മൻ റഗം. എല്ലാ ആഘോഷങ്ങളും തിരുനബിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അറേബ്യയിലെ കുലപതി, ഖുറൈശികളുടെ കാരണവർ, റസൂലുള്ളാഹിയുടെ പിതൃവ്യൻ, വിശ്വാസികളുടെ നേതാവ് അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ മകൻ ഖുസുമിനെ കുറിച്ചാണ് പാട്ട് പാടുന്നതെങ്കിലും പാട്ട് എത്തിച്ചേരുന്നത് എവിടെയാണ്? അതും റസൂലുള്ളാഹിയിലാണ്. നബിയ്യി റബ്ബിൻ ദിന്നിഅം, അനുഗ്രഹങ്ങളുടെ കേദാരമായ നാഥന്റെ റസൂലായ നബിയായ പുന്നാര നബിയുടെ മുഖത്തോട് സദൃശ്യമുള്ളവനാണ് എന്റെ പൊന്നുമോൻ ഖുസുമുൻ ഖുസുമുൻ ഹിബ്ബി ഖുസുമുൻ ഹിബ്ബി ഖുസുമുൻ. അലങ്കാര പാട്ടുകളും ജീവിതാഘോഷങ്ങളും മുഴുവൻ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു എല്ലാവർക്കും. ഇവരൊക്കെ നേരിട്ട് ബനു ഹാഷിമാണ്. നാം ഇതുവരെ പറഞ്ഞതൊക്കെ തിരുനബിയുടെ കുടുംബത്തിൽ വളരെ വേണ്ടപ്പെട്ടവരും ബന്ധപ്പെട്ടവരുമാണ്. അതുപോലെ ആ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരാളാണ്, റസൂലുള്ളാഹിയോട് സദൃശ്യനായി അറിയപ്പെട്ടയാളാണ് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അത് അറിയപ്പെട്ട സയ്യിദ്ന മുആവിയയുടെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അതല്ല. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹാരിസ്, റസൂലുള്ളാഹിയുടെ പിതൃ സഹോദരൻ, അവരുടെ മകനാണ് അബൂ സുഫിയാൻ. മുലകുടി ബന്ധത്തിൽ തിരുനബിയുടെ സഹോദരനും കൂടിയായിരുന്നു ഈ അബൂ സുഫിയാൻ. അബൂ സുഫിയാനെ തെറ്റിദ്ധരിക്കും ചരിത്രത്തിൽ. ഈ അബൂ സുഫിയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ. അതായത് അങ്ങ് ത്വായിഫിലെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മുലയൂട്ടിയിട്ടുണ്ട് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. തിരുനബിയുടെ പിതാവ് അബ്ദുല്ലാഹിയുടെ സഹോദരൻ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ. രൂപം കണ്ടാൽ തിരുനബിയോട് വല്ലാത്ത സദൃശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹം വല്ലാതെ എതിർത്തു, തിരുനബിയെ വിമർശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ പല ആക്ഷേപ പാട്ടുകളും വരെ അയാൾ പാടുകയുണ്ടായി തുടക്കത്തിലൊക്കെ. അതിന് മറുപടി പറഞ്ഞ ആളാണ് സയ്യിദുന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അലാ അബ്ലിഗ് അബാ സുഫിയാന അന്നി മുഗൽഗലതൻ ഫഖദ് ബരിഹൽ ഖഫാഉ ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാക്കൽ ജസാഉ. ഇതൊന്നും ഭരണാധികാരിയായി അറിയപ്പെട്ട അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അത് വേറെയാണ് റളിയല്ലാഹു അൻഹു. ഈ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസാണ് തിരുനബിയെ ആക്ഷേപകാവ്യങ്ങൾ കൊണ്ട് വിമർശിച്ചപ്പോൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്. എന്നാൽ മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് തിരുനബിയോട് രൂപസദൃശ്യമുണ്ടായിരുന്ന ആള് സ്വഭാവ ഗുണങ്ങളിലും അങ്ങനെയായി മാറി. ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ തീയതി തൊട്ട് റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ടയാളായി മാറി. റസൂലുള്ളാഹി വല്ലാതെ പരിഗണിക്കുമായിരുന്നു, വല്ലാതെ അടുത്തു കൂട്ടിപ്പിടിക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഹവിയോഗം പ്രാപിച്ചപ്പോൾ സഹാബിമാരെല്ലാം വല്ലാതെ അങ്ങ് കരഞ്ഞു. കവികളെല്ലാം വിലാപ കാവ്യങ്ങൾ പാടി. അതും ഒരാഘോഷമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് പാട്ടുപാടി. അതിൽ അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ദീർഘമായ വിലാപകാവ്യം റസൂലുള്ളാഹിയുടെ സ്വഭാവ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഫഖദ് അളുമത് മുസ്ഹിബത്തുനാ വജുല്ലത്ത് അശിയ്യത ഖീല ഖദ് ഖുബിദ الرسول فلم نر مثله في الناس حيا وليس له من الموت عديل.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വളരെയേറെ പാട്ടുകളൊക്കെ പാടി ജീവിതത്തെ മെച്ചപ്പെടുത്തി ഈമാനികമായി നായകത്വത്തിലേക്ക് ഉയർന്ന സയ്യിദുന അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ് തിരുനബിയോട് സദൃശ്യം ഉണ്ടായിരുന്ന വകാന മുഹബ്ബബൻ ഇലാ റസൂലില്ലാ. ചരിത്രം പറയുന്ന അങ്ങനെയാ, റസൂലുള്ളാഹിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹം. സദൃശ്യമുള്ള ആളായിരുന്നു. മറ്റൊരാള് തിരുനബിയോട് സദൃശ്യമുള്ളവരുടെ പട്ടിക മഹാന്മാരായ ഇമാമുകൾ ചരിത്രത്തിലൂടെ വരച്ച് കാണിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു നൗഫൽ ഇബ്നുൽ ഹാരിസ്, അതും നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഹാഷിം അൽ ഖുറശിൽ ഹാഷിമി അവരുടെ സന്താന പരമ്പരകളിൽ തന്നെയാണ് അബ്ദുല്ലാഹിബ്നു നൗഫൽ. വകാന ജമീലൻ വകാന യുഷ്ബിഹു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയുടെ ഖലീഫമാരിൽ ഒരാളായി മദീനയിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ ഗവർണറായി ജീവിച്ചയാളാണ്. മറ്റൊരാളാണ്, മറന്നു പോകരുത്, സയ്യിദുന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മറക്കാതെ പറയണം, അത് തിരുനബിയുടെ നേരിട്ടുള്ള അബ്ദുമനാഫ് ഗോത്രത്തിൽ തന്നെയുള്ള ആളാണ്. മിസ്അബ് ഇബ്നു ഉമൈർ ഇബ്നു ഹാഷിം ഇബ്നു അബ്ദുമനാഫ് ഒക്കെ അതേ പാരമ്പര്യ. മിസ്അബ് നല്ല യുവ കോമളനും സുന്ദരനുമായിരുന്നു. അദ്ദേഹം പരിശുദ്ധ ദീൻ സ്വീകരിക്കുന്നത് തൻ്റെ 18-ലാണ്, നല്ല യൗവന സന്ദർഭത്തിലാണ്. പിന്നീട് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പ്രബോധകനായി മദീന മുനവ്വറയിലേക്ക് പോയി അവിടെ ഇസ്ലാം പരത്തിയ, തിരുനബിയോടുള്ള മഹബത്ത് പഠിപ്പിച്ച വലിയ ഭാഗ്യവാനാണ് സയ്യിദുന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. തിരുനബിയുടെ അതേ കട്ട്, പെട്ടെന്ന് കണ്ടാൽ ആള് മാറിപ്പോകും, അതേ വലിപ്പം, അതേ രൂപലാവണ്യം. അതുകൊണ്ടാണ് ഉഹദ് യുദ്ധത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ശത്രു അപകടം വരുത്തി അദ്ദേഹത്തെയാണ് കൊലപ്പെടുത്തിയത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി. എന്തായിരുന്നു കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഉദ്യമിച്ചു വന്ന ശത്രു രൂപസാദൃശ്യം കൊണ്ട് മിസ്അബ് ഇബ്നു ഉമൈറിനെയാണ് കണ്ടത്. അങ്ങനെയാണ് അവര് ഷഹീദാകുന്നത്. മിസ്അബ് ഇബ്നു ഉമൈർ ഇസ്ലാമിക കഥാപാത്രങ്ങളിലെ വലിയ ഒരു അത്ഭുതമാണ്, മാതൃകയാണ്. മക്കയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കാത്ത സ്നേഹവും സ്വീകാര്യതയും മദീനയിൽ ലഭിക്കുവാനുണ്ടായ ചരിത്രപരമായ കാരണം തന്നെ മിസ്അബ് ഇബ്നു ഉമൈറിന്റെ പ്രബോധന ഫലമായിരുന്നു. തിരുനബി ആരാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു മദീനക്കാരെ. തിരുനബിയോട് സദൃശ്യമുണ്ടായിരുന്ന മറ്റൊരാളാണ് മുസ്ലിം ഇബ്നു മുഅത്തബ് ഇബ്നു അബീ ലഹബ്. അബൂലഹബിന്റെ പൗത്രനാണ്. റസൂലുള്ളാഹിയോട് സദൃശ്യ രൂപത്തിൽ എടുത്തറിയപ്പെട്ടയാളാണ്. മറ്റൊരാളാണ് അസ്സായിബ് ഇബ്നു ഉബൈദ് ഇബ്നു അബ്ദു യസീദ്. അൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ പരമ്പരയിലെ 4-മനാണ്. അദ്ദേഹം തിരുനബിയോട് വളരെയധികം സദൃശ്യം ഉണ്ടായിരുന്നു എന്ന് ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. വകാന യുഷ്ബിഹു റസൂലല്ലാഹ്. ബദർ യുദ്ധത്തിൽ തിരുനബിക്ക് എതിരിൽ പോരാടാൻ വേണ്ടി വന്നയാളാണ് അസ്സായിബ് ഇബ്നു ഉബൈദ്. പക്ഷേ സഹാബിമാർ ഭാഗ്യവശാൽ അദ്ദേഹത്തെ പിടികൂടി തടവുപുള്ളിയായി മദീനയിൽ കൊണ്ടുവന്നു. അതിൽപ്പെട്ടയാളാണ്. തുടർന്ന് അദ്ദേഹം പരിശുദ്ധ ദീൻ സ്വീകരിച്ചു. ഷാഫി ഇമാമിന്റെ വല്ലിപ്പയാണ്. തിരുനബിയോട് സദൃശ്യമുണ്ടായിരുന്ന ആളുകളുടെ ലിസ്റ്റിൽ എപ്പോഴും പറയപ്പെടുന്നയാളാണ്. ഇവിടെയൊക്കെ എന്തിനിത് പറയണം? അങ്ങനെയുള്ള ഓരോ കഥാപാത്രങ്ങളെയും എങ്ങനെയാണ് സഹാബത്ത് കൊണ്ടു നടന്നത്. നമുക്ക് പ്രിയപ്പെട്ട ഒരാളുടെ കഥ ഈ ലിസ്റ്റിൽ പറയാനുണ്ട്. അദ്ദേഹം ബനു ഹാഷിമിൽപ്പെട്ട ആളല്ല, മക്കയിലുള്ള ആളല്ല, മദീനയിലുള്ള ആളല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കുടുംബ ബന്ധത്തിൽ പ്രത്യേകമായ അടുപ്പമൊന്നുമില്ലാത്ത ആളാണ്. അങ്ങകലെ ബസറയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്, ഇറാഖിൽ. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെയാണ് സഹാബിമാർ കൊണ്ടു നടന്നത്? സഹാബിയല്ല, താബിഈൻ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പല സഹാബിമാരെയും കണ്ടിട്ടുണ്ടെന്നല്ലാതെ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചരിത്രം ഉല്ലേഖനം ചെയ്യപ്പെട്ടത് സുവർണ ലിപികൾ കൊണ്ടാണ്. എന്താണ് കാരണം എന്നറിയോ? കാബിസ് ഇബ്നു റബീഅത്ത് ഇബ്നു മാലിക്. എന്താണ് കാരണം? കാബിസ്, KABIS, കാബിസ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്.
ബസറക്കാരനാണ്. പക്ഷേ വകാന ശബീഹൻ ബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിയെ കാണുന്ന ഒരാള്, കണ്ട ഒരാള് കാബിസിന്റെ മുഖലാവണ്യവും രൂപവും കണ്ടാൽ പെട്ടെന്ന് മുഖത്ത് നോക്കിപ്പോകും. ഈ ഒരൊറ്റ കാരണത്താൽ സഹാബിമാരെങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടു നടന്നത്? രൂപസദൃശ്യമുള്ള ഒരു മുസ്ലിം കാബിസ് ഇബ്നു, അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ ഇസ്ലാമിക പണ്ഡിതന്മാർ അദ്ദേഹം ബസറക്കാരനായ ഒരു സാധാരണ മുസ്ലിമാണ്. എന്നിട്ടും ചരിത്രം എഴുതി വെച്ചു, റസൂലുള്ളാഹിയോട് സദൃശ്യനായതിൽ സഹാബത്തിന്റെ ശേഷം ഇങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. സഹാബത്ത് പറയുന്നുണ്ട്, മാ റഅയ്നാ ബഅദ അഹ്ദി റസൂലില്ലാഹി അശ്ബഹ ബിഹി മിൻഹു. തിരുനബിയോട് കാബിസിനേക്കാളും സദൃശ്യരായ ഒരാളെ തിരുനബി തങ്ങളുടെ കാലശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ സഹാബത്ത് അവിടെ തന്നെ പറയുന്നുണ്ട് ഒരു വാക്ക്, ഇല്ലാ അന്ന റസൂലുള്ളാഹി കാന അഹദ്ദ ഹുസ്നം മിൻഹു. റസൂലുള്ളാഹിയുടെ സൗന്ദര്യത്തിന്റെ മൂർച്ച, ആ ലാവണ്യം, ആ മാർദ്ധവത്വം, ആ ശാലീനത, ആ കുലീനത്വം, ആ ആധ്യാത്മികത, അത് വേറെ തന്നെയാണ്. അത് പറയുന്നവരൊക്കെ പറയും. എന്നാൽ രൂപം അങ്ങ് കണ്ടാൽ, മുടിയും കട്ടിങ്ങും താടിയും തന്റെ നടത്തവും ഇരുത്തവും ഒക്കെ കണ്ടാൽ സയ്യിദുന നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇദ്ദേഹത്തെയാണ് സഹാബിമാര് കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഉൾക്കണ്ണിൽ, കൽബകങ്ങളിൽ ആ പൊലിമ ജീവിക്കുന്നുണ്ട്. ആ തിരുമുഖ ദർശനം അവർക്ക് എപ്പോഴും സാധ്യമാകുന്നുണ്ട്. എന്നാലും ലൗകികമായി ഐഹിക ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ കാണുമ്പോഴേക്ക് കാബിസ് ഇബ്നു റബിയ, അദ്ദേഹത്തിന്റെ പേരുകൾ, കുടുംബ പേരുകൾ മുഴുവൻ ജാതകം ഉൾപ്പെടെ ഇസ്ലാമിക ചരിത്രം സൂക്ഷിക്കുന്നുണ്ട്. കാബിസ് ഇബ്നു റബീഅത്ത് ഇബ്നു മാലിക് ഇബ്നു അദി ഇബ്നുൽ അസ്വദ് ഇബ്നു ജഷം ഇബ്നു റബീഅ ഇബ്നുൽ ഹാരിസ് ഇബ്നു സലമ ഇബ്നു ലുഐ. അങ്ങനെ പോയാൽ അറേബ്യൻ താവഴിയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുന്നുണ്ട്. വേരുകൾ ഖുറൈശി കുടുംബത്തിന്റെ അടിവേരിലേക്ക് എത്തുന്നുണ്ട്. ഈ കാബിസിനെ പറ്റി പറയുന്നത് എല്ലാവർക്കും പുതുമയായിരുന്നു അദ്ദേഹത്തെ കാണാൻ എന്നല്ല, പല സഹാബിമാരും പല സഹാബിയത്തുകളും കാബിസിനെ കണ്ട് ഫിത്തനയായി എന്ന ഭാഷ, ഫിത്തനയായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരുനബിയെ ഓർമ്മ വരിക, നിയന്ത്രിക്കാനാവാതെ കരഞ്ഞു പോവുക സഹാബിമാർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലെങ്കിലും കണ്ടവരാണല്ലോ നേരിട്ട് സഹാബിമാർ. പിന്നീട് വന്നവരാണ് താബിഈൻ. ആ വിഭാഗത്തിലാണ് കാബിസ് റളിയല്ലാഹു അൻഹു. എന്നാൽ മുതിർന്ന സഹാബിമാരൊക്കെ എമ്പാടുണ്ടല്ലോ ഇറാഖിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം ഇസ്ലാമിക പ്രബോധനത്തിന്, സൈനിക സേവനത്തിന് പിന്നീട് തലസ്ഥാനമായി വന്നത് ഇറാഖും ഷാമും ഒക്കെയാണ്, നമുക്കറിയാം. അവിടെയാണ് മുതിർന്ന സഹാബിമാരൊക്കെ ഉള്ളത്. സയ്യിദുന അനസ് ഇബ്നു മാലിക് തിരുനബിയുടെ ശിഷ്യനും സേവകനുമാണ്. 10 വർഷത്തിലധികം തിരുനബിക്ക് നേരിട്ട് സേവനം ചെയ്തയാളാണ് സയ്യിദുന അനസ് ഇബ്നു മാലിക്. അദ്ദേഹം പിന്നീട് താവളമാക്കി സ്വീകരിച്ചത് ഇറാഖിലാണ്. എന്നാൽ കാബിസിനെ ചെന്ന് കാണും. കാബിസിനെ ചെന്ന് കണ്ടാൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിന്റെ 2 കൺതടങ്ങളും നെറ്റിയും ചുംബിച്ച് വയബ്കി, സയ്യിദുന അനസ് ഇബ്നു മാലിക് കരയും. അതെ, തനിക്ക് പ്രിയപ്പെട്ടതിനോട് സദൃശ്യമായതും ബന്ധപ്പെട്ടതുമൊക്കെ മഹബത്തിന്റെ ആളുകൾക്ക് പ്രിയപ്പെട്ടതാണ്. അതങ്ങനെയാണ്. പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടതെല്ലാം പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടതാണ്. മറർത്തു അലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വലാ ഹുബ്ബു ദിയാരി ശഗഫ്ന ഖൽബി വലാകിൻ ഹുബ്ബു മൻ സക്കന ദിയാറ. തന്റെ പ്രിയ കാമുകി, പ്രാണേശ്വരി ലൈല, ലൈലയുമായി ബന്ധപ്പെട്ട വീടുകളോ ചുവരുകളോ കല്ലുകളോ ഭിത്തികളോ എന്ത് കണ്ടാലും മജ്നൂന് ഇഷ്ടാണ്. പിടിച്ചു ചുംബിക്കും, തവാഫ് ചെയ്യും. ഈ മതിലിനോടും ഈ ഭിത്തിയോടും ഒന്നും അല്ല എൻ്റെ മനസ്സിന്റെ സ്നേഹം. ഈ വീട്ടിനകത്ത് താമസിക്കുന്ന ഒരാളുണ്ടല്ലോ, അതെന്റെ ലൈലയല്ലേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്തിന്റെ
കാഠിന്യം കാണണമെങ്കിൽ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു തിരുനബിയോട് രൂപസാദൃശ്യമുള്ള താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, തന്റെ ശിഷ്യനാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പൊട്ടിക്കരയുമായിരുന്നു. എന്ന് മാത്രമല്ല, ബസറയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അന്ന് ഇസ്ലാമിക ആസ്ഥാനം തലസ്ഥാനം ഇറാഖിലാണ്. അവിടെയാണ് അമീറുൽ മുഅ്മിനീൻ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ഉള്ളത്. അദ്ദേഹത്തിന് ബസറയിലെ ഗവർണർ അബ്ദുല്ലാഹിബ്നു ആമിർ ഇബ്നു ഖുറൈസ് പ്രസിദ്ധനാണ്. അദ്ദേഹം കത്തെഴുതി, അമീറുൽ മുഅ്മിനീൻ, ഇവിടെ ഒരാളുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസാദൃശ്യം കൊണ്ട് വല്ലാതെ തികഞ്ഞ മികച്ചയാളാണ്. ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ കാണുമ്പോഴേക്ക് എന്തെന്നില്ലാത്ത മതിപ്പാണ്. ആളുകൾ ഫിത്നയായി പോകുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് പിന്നെ കരഞ്ഞ് കരഞ്ഞ്, ഇതാണ് ഫിത്ന. റസൂലുള്ളാഹിയെ ഓർമ്മ വരികയാണ് അവർക്ക്. റസൂലുള്ളാഹിയോടുള്ള ബന്ധത്തിന്റെ പുനഃസ്ഥാപനം ലഭിക്കുകയാണ് അവർക്ക്. സഹാബിമാർക്കൊന്നും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞു പോയിട്ടില്ല. എന്നാലും സദൃശ്യനായ ഒരു മുഖം കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരവസ്ഥയാണ്. ഗവർണർ മുആവിയക്ക് കത്തെഴുതി. ഉടനെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ കണ്ടു കളയാം, തീർച്ചയായും നമുക്കും ആ സൗന്ദര്യം വീണ്ടെടുക്കാം, ആസ്വദിക്കാം, ഉടനെ കൊണ്ടുവരൂ എൻ്റെ അടുത്തേക്ക്, കത്തെഴുതി. ഗവർണർ അബ്ദുല്ലാഹിബ്നു ആമിർ ഇബ്നു ഖുറൈസ് ഏർപ്പാട് ചെയ്തു. കാബിസ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, താബിഈങ്ങളിൽപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപസദൃശ്യം ആ രീതിയിൽ ലഭിക്കുക എന്നത് ഒരു വലിയ തൗഫീഖാണ്, ഈശ്വരീയ നിയോഗ ഭാഗ്യാണ്. അദ്ദേഹം അങ്ങനെ ഇറാഖിലേക്ക് കയറി ചെന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ സിംഹാസനത്തിൽ, തന്റെ ദീവാനിൽ, അന്ന് രാജകീയമായ പ്രൗഢിയൊക്കെ ഉണ്ട്, കൊട്ടാരത്തിലിരിക്കുകയാണ്. പ്രജകൾ, വേണ്ടപ്പെട്ടവർ, പട്ടാള ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. തന്റെ വലിയ അധികാര കസേരയിലായിരുന്നു സയ്യിദുനാ മുആവിയ. അപ്പോഴാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രൂപസദൃശ്യമുണ്ടായിരുന്ന ആ താബിഈ വിശ്വാസി കടന്നു വന്നു. ആ എഴുന്നള്ളിപ്പ് വല്ലാത്ത അത്ഭുതമായിരുന്നു. പെട്ടെന്ന് മുആവിയ സ്വബോധം മറന്ന് തൻ്റെ സിംഹാസനത്തിൽ നിന്ന്, ദീവാനിലെ തൻ്റെ കസേരയിൽ നിന്ന് ചാടി ഇറങ്ങി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു കാബിസ് ഇബ്നു റബീഅ. ഒറ്റ നോട്ടത്തിൽ തങ്ങളുടെ നേതാവായ പ്രിയങ്കരനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്തോഷം പോലെ ആ രൂപഭംഗിയെ പോലും സഹാബിമാർ എന്തെന്നില്ലാതെ സ്നേഹിച്ചു. കെട്ടിപ്പിടിച്ച് അദ്ദേഹം രണ്ട് കണ്ണുകൾക്കും തലയും ചുംബിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു കുറേ നേരം മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് കുറേ നേരം ആ മുഖത്തേക്ക് നോക്കി തൻ്റെ പ്രിയങ്കരനായ നേതാവ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്തിന്റെ ഒരു പുനരാവിഷ്കാരം അവിടെ നടന്നു. ഒടുവിൽ, ഇനി നിങ്ങളെ എനിക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, നിങ്ങൾ അങ്ങ് ബസറയിലേക്കൊന്നും പോയി കളയരുത്, നിങ്ങൾക്ക് വസിക്കാനുള്ള വീടും പറമ്പും ഒക്കെ ഞാൻ തരാം. മിർഗാബ് എന്ന സ്ഥലത്ത് തൻ്റെ അധീനത്തിലുള്ള ഒരു വലിയ ഭൂമി കാബിസ് ഇബ്നു റബീഅക്ക് സമ്മാനിച്ചു സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു. ഇതായിരുന്നു സ്വഹാബത്തിന്റെ, പൂർവകാല വിശ്വാസികളുടെ പ്രവാചക പ്രണയത്തിന്റെ അടയാളം. തിരുനബിയോട് സദൃശ്യമുള്ളവരെ ചരിത്രം പിന്നെയും കുറെ എഴുതിയിട്ടുണ്ട്. അലി ഇബ്നു നജാദ് അൽ യഷ്കുരി റളിയല്ലാഹു അൻഹു, അത് ഹദീസിന്റെ നിവേദകന്മാരിൽപ്പെട്ട ഒരു വലിയ ആളാണ്, റസൂലുള്ളാഹിയോട് സദൃശ്യം ഉണ്ടായിരുന്ന ആളാണ്. അതുപോലെ യഹ്യ ഷബീഹ്, പേര് തന്നെ യഹ്യ ഷബീഹ്, തിരുനബിയോട് സദൃശ്യമുള്ളത് കൊണ്ട് ചരിത്രത്തിൽ വായിച്ചവർ തിരുനബിയെ കണ്ടതുപോലെ കാണാൻ, വായിക്കാൻ, പഠിക്കാൻ കഴിയും. ആത്മീയമായി ബന്ധമുള്ളവർക്ക് ആ തിരുമുഖ ദർശനം പല രീതിയിലും പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ രീതിയിൽപ്പെട്ട മറ്റൊരാളെ കാണുമ്പോൾ അവർ പേരിട്ടു യഹ്യ ഷബീഹ്. കാരണം എന്താണ്? അദ്ദേഹം സത്യത്തിൽ ജാഫർ സാദിഖ് മുഹമ്മദുൽ ബാക്കിറിന്റെ മകൻ, അതേ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമത്തു സഹ്റ, അവരുടെ മകൻ ഹുസൈൻ, അവരുടെ മകൻ അലി സൈനുൽ ആബിദീൻ,
അവരുടെ മകൻ സയ്യിദി മുഹമ്മദുൽ ബാഖിർ, അവരുടെ മകൻ സയ്യിദി ജാഫർ സാദിഖ്, ആ പരമ്പരയിൽപ്പെട്ട ആളാണ് യഹ്യ ഷബീഹ്. പേര് തന്നെ അങ്ങനെ. പിന്നെ ആ കുടുംബത്തിൽ വന്ന എല്ലാവർക്കും ആ ഒരു പേരാണ് അഷബീഹു സൈദിയുൽ ഹുസൈനി. അതിൽ പറയുന്ന മറ്റൊരാളാണ്. പിന്നീട് വന്ന ഒരാളാണ് അഷബീഹുൽ ഇദ്രീസിയുനിൽ ഹസനി റളിയല്ലാഹു അൻഹു. അങ്ങനെ വന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലാത്ത സദൃശ്യമുള്ള മുഖങ്ങൾ, അവരോടൊക്കെ സഹാബത്ത് പിൽക്കാല മുസ്ലിമീങ്ങൾ വല്ലാതെ സ്നേഹം പുലർത്തി. അതെ, റസൂലുള്ളാഹി തൊട്ടതിനോട് ഇഷ്ടം, കണ്ടതിനോട് ഇഷ്ടം, റസൂലുള്ളാഹി വർണ്ണിച്ചു പറഞ്ഞതിനോട് ഇഷ്ടം. ഇതാണ് ഒരു വിശ്വാസിയുടെ അവസ്ഥ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ആ സമർപ്പണം വർദ്ധിതമായ അളവിൽ അല്ലാഹു തആല നമുക്ക് ഉയർത്തി തരട്ടെ. തിരുനബിയെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അഭിമാനിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.